അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വാലി. 7-ാമത്തെ ജുസ് സൂറ അൽ മായിദയുടെ 82-ാമത്തെ ആയത്ത് തൊട്ട് സൂറ അൽ മായിദ മുഴുവനും അതിനുശേഷം സൂറ അൽ അൻആമിലെ 110 ആയത്തുകളുമാണ് ഈ 7-ാമത്തെ ജുസിൽ വരുന്നത്. സൂറ അൽ മായിദയുടെ 80-81 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ജുസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ശരീഅത്ത് പൂർണ്ണമാകുന്നതോടുകൂടെ ശരീഅത്തുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറേ നിർദ്ദേശങ്ങളാണ് അവിടെ വരുന്നത്. അതൊക്കെ പറഞ്ഞ് അള്ളാഹു പിന്നീട് ഈ സൂറ അവസാനിക്കുന്ന ഭാഗത്ത്, അതായത് 7-ാമത്തെ ജുസിൻ്റെ തുടക്ക ഭാഗത്തിൽ അള്ളാഹു പറയുന്നത്, അഹ്ലു കിതാബുകാർ, വിശിഷ്യ യഹൂദർ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാത്തതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാത്തതും, അതിന് പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിന് പകരം അവർ ചെയ്യുന്നത് കുഫാറുകളെ ഔലിയ ആയിട്ട് സ്വീകരിക്കുകയാണ്. അവരങ്ങനെ ചെയ്യുന്നത് വലൗ കാനു യുഅ്മിനൂന ബില്ലാഹി വന്നബിയ്യി വമാ ഉൻസില ഇലൈഹി മത്തഖദൂഹും ഔലിയാ. അള്ളാഹുവിൽ അവർക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, നബിയിൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് ഇറക്കപ്പെട്ടതിൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, അവരൊരിക്കലും, മുനാഫിക്കുകളായ ആളുകൾ ഒരിക്കലും കാഫിറുകളെ ഔലിയ ആയിട്ട് സ്വീകരിക്കുമായിരുന്നില്ല. കാഫിറുകളെ ഔലിയ ആയിട്ട് സ്വീകരിക്കുന്ന മുനാഫിക്കുകളായ യഹൂദരുടെ അവസ്ഥ, അവർക്ക് അള്ളാഹുവിൽ നബിയിലൊന്നും ട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അവരെക്കുറിച്ച് തൊട്ടടുത്ത ആയത്ത്, ഈ ജുസ് തുടങ്ങുന്നിടത്ത് അള്ളാഹു പറയുന്നത്, ഏറ്റവും ജനങ്ങളിൽ കഠിന വൈര്യമുള്ളവരായിട്ട് മുശ്രിക്കുകളെയും യഹൂദരെയും നിനക്ക് കാണാമെന്ന്. ആ സമയത്തുള്ള യഹൂദരും ആ സമയത്ത് മക്കയിലുള്ള മുശ്രിക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, റസൂലിൻ്റെ അനുയായികളോട് കഠിന വൈര്യമുള്ള ആളുകളായിട്ട് കാണാം. അതേസമയം ഏറ്റവും അബദ്ധത്തുള്ളവർ അല്ലദീന ഖാലു ഇന്നാ നസ്വാറ, ഞങ്ങൾ നസ്വാറാക്കളാണ് എന്ന് അഭിമാനം കൊള്ളുന്ന ആളുകളാണ്. അങ്ങനത്തെ പേരിൽ തന്നെ അഭിമാനികളായിട്ടുള്ള ആളുകളാണ് നസ്വാറാക്കൾ. നസ്രാനിയുൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗമായിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയും പിൻപറ്റുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ്. അവർ ക്രിസ്ത്യൻസ് എന്നറിയപ്പെടുന്ന ആളുകളല്ല, മസീഹിയൂൻ എന്നറിയപ്പെടുന്ന ആളുകളല്ല, അവർ നസ്രാനി എന്നറിയപ്പെടുന്ന ആളുകളാണ്. അവരുടെ ക്വാളിറ്റിയെക്കുറിച്ച്, അവരുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ഇവിടെ ഈ ജുസിൽ അള്ളാഹു പറയുന്നുണ്ട്. പിന്നെ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹർരിമു ത്വയ്യിബാതി മാ ഹല്ലല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ ത്വയ്യിബായ കാര്യങ്ങളെ നിങ്ങൾ ഹറാമാക്കരുത്, നിങ്ങൾ പരിധി ലംഘിക്കരുത് എന്നും, പരിധി ലംഘിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നും പറയുന്നുണ്ട്. ശരീഅത്തുമായി ബന്ധപ്പെട്ട കുറേ നിർദ്ദേശങ്ങൾ ഈ സൂറയിലുടനീളം വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹു ഹലാലാക്കിയ ത്വയ്യിബായ ഒന്നിനെ നിങ്ങൾ വിധി നൽകിക്കൊണ്ട് അതിനെ ഹറാമാക്കരുത്, അതൊരു പരിധി ലംഘനമാണ്. വകുലൂ മിമ്മാ റസഖക്കുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ, അതും പറയുന്നുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ത്വയ്യിബായ റിസ്ക്, അതിനെ നിങ്ങൾ ഭക്ഷിച്ചോളൂ. വത്തഖുല്ലാഹ അല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ, അതോടൊപ്പം തഖ്വ കൈക്കൊള്ളാനും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു നഷ്ടപ്പെടാതെ, അള്ളാഹുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാതെ, അള്ളാഹുവോടുള്ള ഹുബ്ബ് നഷ്ടപ്പെടാതെ, അങ്ങനെ അള്ളാഹുവെ സൂക്ഷിക്കുക. നിങ്ങൾ ഏതൊരു അള്ളാഹുവിനെയാണോ ട്രസ്റ്റ് ചെയ്യുന്നത് ആ അള്ളാഹുവിനെ. പിന്നീട് നമുക്ക് സത്യലംഘനത്തിനുള്ള കഫാറത്ത് ഈ ജുസിൽ അള്ളാഹു വിശദീകരിക്കുന്ന കാണാം. അതുപോലെ ഖംറിൻ്റെയും മൈസിറിൻ്റെയും, മദ്യത്തിൻ്റെയും ചൂതാട്ടത്തിൻ്റെയും അതിനെ വിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഇഹ്റാമിലായിക്കൊണ്ടിരിക്കെ വേട്ടയാടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നു. ഇതൊക്കെ റിസ്ക്കുമായിട്ട് ഇതിനൊക്കെ ബന്ധമുണ്ട്. അന്യായമായ രീതിയിൽ സമ്പാദിക്കലോ അത് ഉപയോഗിക്കലോ പാടില്ല എന്നതുമായി ബന്ധപ്പെടുത്തി ഖംറിൻ്റെയും മൈസിറിൻ്റെയും ചൂതാട്ടത്തിൻ്റെയും മദ്യത്തിൻ്റെയും അതോടൊപ്പം സത്യം ചെയ്തിട്ടുള്ള ലംഘനം, ഇഹ്റാമിൻ്റെ അവസ്ഥയിലായിരിക്കെയുള്ള ഹണ്ടിങ്, അതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുഅ്മിനുകൾക്ക് നൽകുന്നത്, നിങ്ങൾക്ക് വ്യക്തമാക്കി തരാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കരുത് എന്നാണ്. ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളത് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് നിങ്ങൾക്കൊരു പക്ഷേ ഒഴിവാക്കി തരും. അഫല്ലാഹു അൻഹ, അതൊക്കെ അള്ളാഹു വിട്ടു തന്നതാണ്. അള്ളാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു ഗഫൂർ ആയതുകൊണ്ട് അതൊക്കെ അവൻ വിട്ടു തന്നതാണ്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊക്കെ ഉത്തരം നൽകും. റസൂലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ റസൂൽ ഉത്തരം നൽകി കഴിഞ്ഞാൽ അതൊരു ബൈൻഡിങ് ആയ നിയമമായിട്ട് മാറും. അത് ശരീഅത്തിൻ്റെ വിഷയത്തിൽ
ഉടനീളം പാലിക്കേണ്ട ഒരു നിർദ്ദേശമാണ്. ചുഴിഞ്ഞന്വേഷിച്ച് മതവിധികൾ ഗവേഷണം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ ചുഴിഞ്ഞന്വേഷിക്കുമ്പോൾ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ തെളിഞ്ഞു വരും. അങ്ങനെ വിശദാംശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ അനുസരിക്കൽ പിന്നെ ആ കർമ്മം ചെയ്യുമ്പോൾ ഒരു ബാധ്യതയായിട്ട് വരും. അതുകൊണ്ട് കൂടുതൽ ചുഴിഞ്ഞന്വേഷിക്കരുത്. മാത്രമല്ല, മൂസ അലൈഹിസ്സലാമിൻ്റെ ഖൗമിനോട് ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ അവർ അറക്കാൻ തയ്യാറല്ലാത്തത് കാരണമാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. അതാണ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുടെ മനോഭാവമാണത്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക, അതിൻ്റെ വിശദാംശങ്ങൾ തേടുക എന്നുള്ളത്. ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കർമ്മങ്ങൾ ചെയ്യൽ എളുപ്പമാണ്, കൽപ്പിക്കപ്പെട്ടത് ചെയ്താൽ മതി. പക്ഷേ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് വിശദാംശങ്ങൾ തേടുമ്പോഴുള്ള പ്രയാസം, ഈ വിശദാംശങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ചെയ്യൽ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാമിൻ്റെ ഖൗമ് പശുവിനെ അറുത്ത കാര്യത്തെ പറ്റി ഖുർആൻ പറയുമ്പോൾ പറയുന്നുണ്ട്, അവർ സന്നദ്ധമല്ലാത്ത വിധത്തിൽ അതിനെ അറുത്തു എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്, ഖദ് സഅലഹ ഖൗമും മിൻ ഖബലിക്കും സുമ്മ അസ്ബഹു ബിഹാ കാഫിരീൻ. നിങ്ങൾക്ക് മുമ്പുള്ള ഖൗമും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിനുശേഷം അവർ കാഫിര്യങ്ങളായി മാറുകയാണ് ഉണ്ടായത്. കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി അതൊക്കെ വെളിവായി കിട്ടുമ്പോൾ പിന്നീട് നിഷേധികളായി മാറുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അനാവശ്യമായിട്ട് അറിയാത്ത കാര്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കേണ്ടതില്ല. ഈ സൂറ അവസാനിക്കുമ്പോൾ, അതായത് ഈ ജുസിൻ്റെ തുടക്ക ഭാഗത്ത്, പ്രവാചകന്മാരെ ഓരോ സമുദായത്തിനെതിരെയും സാക്ഷ്യം വഹിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ സമുദായത്തിനും സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് നബിമാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ മനുഷ്യർക്കും ശുപാർശകനായിട്ടുള്ള ആളാണ്. എന്നാൽ ഓരോ നബിമാരും ആ സമുദായത്തിന് വേണ്ടി മാത്രം കൊണ്ടുവരപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഓരോ നബിമാരും ആ സമുദായത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകം ചോദ്യം ചെയ്യപ്പെടുകയും അവർക്കെതിരെ സാക്ഷ്യം നിൽക്കുകയും ചെയ്യും. ഇവിടെ ഈസാ അലൈഹിസ്സലാമിൻ്റെ കാര്യമാണ് എടുത്തു പറയുന്നത്. ഈസാ അലൈഹിസ്സലാമിൻ്റെ കൂടെ വിശ്വസിച്ചിരുന്ന ആളുകളുണ്ട്, ഹവാരികളുണ്ട്. അവർ ഈസാ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, ആകാശത്ത് നിന്ന് ഒരു ഭക്ഷണത്തളിക ഞങ്ങൾക്ക് ഇറക്കിത്തരാൻ റബ്ബിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട്, റബ്ബിനോട് ചോദിക്കാൻ കഴിയുമോ എന്നവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ റബ്ബിൻ്റെ ഇതിനോടുകൂടി ആകാശത്ത് നിന്നൊരു ഭക്ഷണത്തളിക, അഥവാ അവർക്കൊരു ഫീസ്റ്റ് ഈസാ അലൈഹിസ്സലാം ഒരുക്കുന്നു, അവർക്കൊരു സദ്യ ഒരുക്കുന്നു. ആ സദ്യ പിൽക്കാലത്തും ഒരു ചര്യയാക്കി മാറ്റുകയും ചെയ്യുന്നു. ആ ഒരു സംഭവത്തിൽ നിന്ന്, ആകാശത്ത് നിന്ന് മാഇദ ഇറക്കിയ സംഭവം ഇതിൽ പരാമർശിച്ചത് കൊണ്ടാണ് ഈ സൂറക്ക് അങ്ങനെ പേര് തന്നെ വന്നത്. അപ്പോൾ ഈസാ അലൈഹിസ്സലാമിനോട് അവർ ചോദിക്കുന്നു, ഈസാ അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ആളുകൾ ഈസാ അലൈഹിസ്സലാമിനെ കാണുന്ന ഒരു രീതി എങ്ങനെയാണ് എന്ന് ഇവിടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം ഈസാ അലൈഹിസ്സലാമിനോട് അന്ത്യനാളിൽ ചോദിക്കുന്നതായിട്ട് ഈ ഭാഗത്ത്, അവസാന ഭാഗത്ത് പറയുന്നത്, ഈസാ അലൈഹിസ്സലാമിനോട് ആ അന്ത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി, എന്നെയും ഉമ്മാനെയും ഇലാഹായിട്ട് സ്വീകരിക്കാൻ നീ പറഞ്ഞതാണോ, എന്നെയും ഉമ്മാനെയും ഇലാഹായിട്ട് സ്വീകരിക്കണമെന്ന്. ഈസാ അലൈഹിസ്സലാമിനെ ദൈവമായിട്ട് സ്വീകരിക്കുന്നു. ഈസാ അലൈഹിസ്സലാമിൻ്റെ മാതാവിനെ ദൈവമാതാവായിട്ട് സ്വീകരിച്ച് അവരോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ നീ പറഞ്ഞതാണോ എന്ന് പറയുമ്പോൾ ഈസാ അലൈഹിസ്സലാം മറുപടി പറയുന്നത് സുബ്ഹാനക എന്നാണ്. നീ എത്ര പരിശുദ്ധനാണ്, മായക്കുനുലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്, എനിക്ക് ആ അവകാശമില്ലാത്ത കാര്യം പറയാൻ എനിക്ക് കഴിയില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട് ഈസാ അലൈഹിസ്സലാമിൻ്റെ ആ ഖൗമിനോടുള്ള ഈസാ അലൈഹിസ്സലാം എത്രമാത്രം ഗുണകാംക്ഷിയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം. ഈ കാര്യം തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിൻ്റെ ഇബാദാണ്, നിൻ്റെ അബ്ദുകളാണല്ലോ. വൈൻ തഗ്ഫിർ ലഹും ഫഇന്നക അന്തൽ അസീസുൽ ഹക്കീം, ഇനി നീ പുറത്തു കൊടുക്കുകയാണെങ്കിലോ അസീസും ഹക്കീമും നീ തന്നെയാണല്ലോ എന്ന് ഈസാ അലൈഹിസ്സലാം അത്ര ഗുണകാംക്ഷയോടെ അവരുടെ കാര്യം അള്ളാഹുവോട് പറയുന്നുണ്ട്. എല്ലാ നബിമാരും കൊണ്ടുവരപ്പെടും. അവരോട് ചെയ്ത കരാറ്, അവർ ജനങ്ങളോട് ചെയ്ത കരാറ് പാലിച്ചോ, അള്ളാഹുവിൻ്റെ കരാറ് അവർ മുറുകെ പിടിച്ചോ എന്ന കാര്യമൊക്കെ, അതിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകർ കൊണ്ടുവരപ്പെടും എന്ന കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിക്കുകയാണ്. പിന്നീട് ഈ ജുസിലുള്ളത് അടുത്ത സൂറയാണ്, സൂറ അൽ അൻആമാണ്.